ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയ്സ്. ഇറ്റ്സ് മീ റാണി. നമ്മളിപ്പോൾ വെമ്പിളിയിലാണുള്ളത്. വെമ്പിളി സ്റ്റേഡിയത്തിനൊക്കെ അടുത്തായിട്ട് ഒരു ബബിൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്നേക്കുവാണ്. അതൊരു ഇമേഴ്സീവ് വേൾഡാണ്. കുറെ ബബിൾസ്, കുറെ ലൈറ്റ് ഇലുമിനേഷൻ ഒക്കെ ആയിട്ട് അടിപൊളി സംഭവം എന്നൊക്കെ കേട്ടേക്കുന്നത്. അപ്പോൾ അവിടെ മുത്തൂട്ടെ അവിടെ ഒന്ന് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ വെമ്പിളിയിൽ നമ്മൾ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്, വിംപ്ലി പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ. സ്റ്റേഷന്റെ നേരെ താഴെ ഒരു ടണലാണ് കേട്ടോ. ഈ ടണൽ വഴി അപ്പുറത്തോട്ട് നോക്കുമ്പോൾ നേരെ കാണുന്നതായിരിക്കണം നമ്മുടെ വിംപ്ലി സ്റ്റേഡിയം. അപ്പോൾ നമ്മുടെ ബബിൾ പ്ലാനറ്റിന്റെ ടിക്കറ്റിന് ഒരു ടൈമിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി നേരെ നമ്മുടെ ബബിൾ പ്ലാനറ്റിലേക്ക് വിട്ടു. പക്ഷേ ബബിൾ പ്ലാനറ്റിലെ കളിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മുടെ കൊച്ചാകപ്പാടെ ക്ഷീണിച്ചു. ഉറങ്ങാനുള്ള ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റേഡിയം കാണാൻ പോകാൻ പറ്റിയില്ല. ബബിൾ പ്ലാനറ്റിന്റെ ബോർഡ് കണ്ടു തുടങ്ങിയപ്പോൾ അതിൽ കൊച്ചിന് ഭയങ്കര ഉഷാറായിട്ടോ. ചാടി തുള്ളിയാണ് ചെല്ലുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ബബിളാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് കിടക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ്. അകത്ത് കയറി ബോറടിച്ച പേരൻസിനൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം പിള്ളേര് ഇതിന്റെ അകത്തോട്ട് എങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. നമ്മളവിടെ ക്ലോക്ക് റൂം ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗ് സാധനങ്ങളും ഫോട്ടോ എല്ലാം അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ എൻട്രൻസ് വഴി നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അകത്തേട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ റൂം അതൊരു പ്രാം വെക്കുന്ന റൂമാണ്. അതിന്റെ മുകളിൽ മൊത്തം പഞ്ചിങ് ബാഗ് എയർ നിറച്ചിട്ടേക്കാണ്. പക്ഷെ അതങ്ങനെ കയ്യെത്തുന്ന ദൂരത്തൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂം. ഇതിന്റെ താഴെ മൊത്തം ഇന്ററാക്ടിംഗ് ആയിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ. നമ്മൾ എവിടെ ചവിട്ടിയാലും ഈ ഒരു നീല കളറാണ് കാണുന്നത്. അപ്പൊ ഇത് കണ്ടുപോയി എനിക്ക് നാട്ടിലുള്ള ആ ഒരു പ്രതിഭാസമാണ് ഓർമ്മ വന്നത്. എനിക്ക് അതിന്റെ പേരങ്ങ് മനസ്സിലോട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മ വരികയാണെങ്കിൽ ഒന്ന് കമന്റിൽ ഇടണേ. നമ്മളിതിൽ മീനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ മീൻ ഓടും. പിന്നെ ഈ നീല കളറ് കാണും. പിന്നെ ഇതൊരു ചെറിയ റൂമാണെങ്കിലും ഇതിന്റെ ചുറ്റും മിറർ ആയതുകൊണ്ട് ഫുള്ളൊരു വലിയ റൂം പോലെ തോന്നും. ഞങ്ങൾ കുറേ നേരം മീനെ പിടിക്കാനും ഇതിന്റെ മുകളിൽ ചാടിക്കളിച്ചൊക്കെ ഇതിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൂമിലേക്ക് പോയി. അടുത്ത സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടെ ഫുള്ള് ബലൂൺ. ബലൂണോടെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ ഭയങ്കര സന്തോഷമായി. അവിടെ കയറാനുള്ള ധൃതിയായിട്ടോ. ഞങ്ങൾ പയ്യെ ചുറ്റും ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി. അകത്തെ ബലൂണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന്റെ പൊക്കത്തിലാണ് ബലൂൺ കിടക്കുന്നത്. മര്യാദക്ക് നോക്കി പോയില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ പിള്ളേര് ഇങ്ങനെ കിടക്കുക. കണ്ട ഉള്ളിലൊക്കെ പിള്ളേര് കിടക്കുകയാണ്. അപ്പൊ നോക്കി നോക്കി വേണം അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ. കൊച്ചു മാത്രമല്ല, ഞങ്ങളും അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കളിച്ചിട്ടോ. അതിലേക്ക് വീഴാം, അതിൽ മറിഞ്ഞു കളിക്കാം, അത് തട്ടിക്കളിക്കാം. നല്ല രസമാണ്. തട്ടുംതോറും ഇങ്ങനെ കൂടി കൂടി ഒരു സൈഡിൽ കൂടും. പിന്നെ ആ സൈഡിൽ പോയി ഇന്ന് കളിക്കാം. ഫുള്ള് മേലെ മൊത്തം ബലൂണുള്ള രീതിയിൽ നിൽക്കും. അതിനിടയ്ക്ക് കുറെ പൊട്ടുന്നു. കാര്യം കട്ടിയുള്ള ബലൂണൊക്കെ ഉണ്ടോ, എന്നാലും ഇടയ്ക്ക് ടപ്പേന്ന് പൊട്ടുന്ന വെച്ചേ കേൾക്കാറുന്നു. അവിടുന്ന് വിടുന്നു കണ്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. പിന്നെ കുറെ നേരം കളിച്ച് മടുത്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. ശരിക്കും മടുത്തു. ഇവിടുന്ന് തന്നെ മടുത്തു. അതുപോലെ മടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അതിനുള്ളിലെ ബലൂണിന്റെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇനി അടുത്ത കിണറ്റിലേക്ക് പോവാം. അത് കഴിഞ്ഞ് അടുത്ത റൂമിലെത്തി കഴിയുമ്പോൾ അതും ഒരു ബബിളാണ് കേട്ടോ. ബബിളില് ഒരു സ്ക്രീൻ പോലെ കാണാം. 3D അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണുന്നത്. നമുക്ക് അതിന്റെ ഉള്ളിൽ ചെന്ന് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കിടന്ന് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു 3D സെറ്റപ്പാണ്. അത് റൗണ്ടും കൂടെ ആയതുകൊണ്ട് നല്ല 3D ആണ്. വെള്ളത്തിന്റെ ഉള്ളിൽ ബബിൾസും ബോളുകൾ ചാടുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പല പല ഇതുകൾ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കിടന്നാലാണ് കേട്ടോ അത് ഫുള്ള് കിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ കിടന്നു. കൊച്ചാണെങ്കിൽ അവിടെ പോയി വേറൊരു കൊച്ചിനെ കണ്ടുപിടിച്ച് ഒരു ബലൂണൊക്കെ ആയിട്ട് കളിയൊക്കെയായിരുന്നു. ഒരു 2-3 വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പോയേക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് അടുത്ത സംഭവം വരുന്നത്. ഒരു ബോളൊക്കെ വന്നു. അപ്പോൾ ഒരു രസമാണ്. വീണ്ടും പോയി ഞങ്ങൾ ഒന്നോടെ കണ്ടു. അങ്ങനെ കുറേ നേരം കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മാറുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഹോൾവേക്കിടൊക്കെ നടന്ന് അടുത്ത സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു ബോൾ പൂൾ. നിറയെ ബോളാണ് ഈ പൂളില്. നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ബബിൾ പോലെ സോഫ്റ്റ് സാധനമാണെന്ന് തോന്നും. പക്ഷെ നല്ല കട്ടിയുള്ള ബോളാണ് കേട്ടോ. അതും തിക്കി നിറച്ചിട്ടേക്കാണ്. അതുപോലെ ഉണ്ട്. അതുപോലെ ആൾക്കാരും ഉണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറി പോകാൻ തോന്നുന്നില്ല. അതുപോലെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളൊരു വലിയ മനുഷ്യൻ കിടക്കുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. കയ്യും കാലും ഒക്കെ അവിടെ എവിടെയും കാണാം. തല അങ്ങ് അറ്റത്തുണ്ട്. അതിലേക്ക് ഇറങ്ങാൻ നോക്കാൻ ഞങ്ങൾ ചുറ്റും നടന്നു. മൊത്തം ആൾക്കാർ, അതിൻ്റെ ഉള്ളിലും ആൾക്കാർ, പുറത്തെ ആൾക്കാർ മൊത്തം ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾ തേടി പിടിച്ചൊരു സ്ഥലത്തെത്തി. ആൾക്കാർ കുറഞ്ഞൊരു സ്ഥലത്തെത്തി ഇറങ്ങി. അതിലോട്ട് അങ്ങ് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറി എനിച്ച് വരാൻ പെട്ട പാട്. അതൊരു വലിയ പാട് തന്നെയാണ്. ഞാനും കിടന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. നല്ല തിക്കി നിരങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രഷറിൽ പിടിച്ചവിടെ വയ്ക്കും.
അങ്ങനെ ഒരു സെറ്റപ്പ് പറഞ്ഞത്. എല്ലാ റൂമിലും ഇതുപോലെ പല കളറുകളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാം. നമ്മൾ ക്യാമറയിൽ കാണുന്നതല്ല, കണ്ണുകൊണ്ട് കണ്ടു കഴിയുമ്പോൾ നീല, മഞ്ഞ, പച്ച എന്നിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന്റെ നടുക്കൊരു പില്ലർ ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പയ്യെ പൊങ്ങി പൊങ്ങി മുകളിലെത്തി ഇങ്ങനെ വരും. അങ്ങോട്ടൊന്നും നടന്നെത്താൻ പോലും പറ്റിയില്ല, അത്രയ്ക്ക് പാടാണ് അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ കേട്ടോ. വലിയ പാടുപെട്ടാണ് ഉള്ളിൽ കൂടെ നടക്കുന്നത്. അതിന്റെ അടുത്തുള്ള റൂം കുറെ ഗെയിംസ് ആണ് കേട്ടോ. TV ഗെയിംസ് ആണെങ്കിലും കയ്യിലിരിക്കുന്ന കൺട്രോള് നല്ല തമാശയാണ്. ആദ്യത്തെ 2 ഊതാനുള്ളതായിരുന്നു. ഒരെണ്ണം സ്ട്രോയിൽ ഊതാനും ഒരെണ്ണം ഒരു പാത്രത്തിലേക്ക് ഊതാനും ഉള്ളതായിരുന്നു. പിന്നെ ഉള്ളത് ഒരു പമ്പായിരുന്നു, പമ്പ് അടിച്ച് ബലൂൺ വീർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചവിട്ടി ചവിട്ടി ബലൂൺ വീർപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതും കഴിഞ്ഞ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടിട്ടോ. അവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചാടരുതെന്ന്. പക്ഷെ കൊച്ചി കയറി ചാട്ടം തുടങ്ങി. അതിന്റെ തൊട്ടടുത്തൊരു കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിള്ളേരിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി കേട്ടോ. ഞങ്ങളൊരു ഫ്ലവർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കോട്ടൺ ക്യാൻഡി ഒക്കെ കഴിച്ച് പയ്യെ അടുത്ത റൂമിലേക്ക് പോയി. അടുത്ത റൂം ഒരു പിരമിഡാണ് കേട്ടോ, ബലൂൺ പിരമിഡാണ്. നെറ്റൊക്കെ വെച്ച് ബലൂൺ അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിന്റെ സൈഡ് ചുറ്റും 3D വീഡിയോസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിരമിഡും മാറി മാറി വരും, പല പല വീഡിയോസ് ആയിട്ട് മാറി മാറി വരും. ആ റൂം ഫുള്ള് വീഡിയോ ആണ്, പ്രൊജക്ഷൻ ആണ്, TV ഒന്നുമല്ല. അതിന്റെ സ്ക്രീനിൽ ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റും. അവിടുന്ന് അടുത്ത റൂമിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. ഫുള്ള് ലൈറ്റ്സ് ആണ്, ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. നെക്സ്റ്റ് കണ്ടത് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള റൂംസ് ആണ് കേട്ടോ. ഇത് നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, മാജിക് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, തല വെട്ടി വെച്ചേക്കുന്ന പോലെ മാജിക് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഊഞ്ഞാലുണ്ട്, അങ്ങനെ പല പല സാധനങ്ങൾ അതിൻ്റെ അടുത്തടുത്തുണ്ട്. അത് കഴിഞ്ഞുള്ളതായിരുന്നു അടുത്ത അടിപൊളി സംഭവം, ഇൻഫിനിറ്റി ലൈറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും മിററാണ്. അതുകൊണ്ട് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ലൈറ്റ് കിടക്കണം. അത് പല കളറിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഐഡിയ ആയിപ്പോയി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ. ഇതിൻ്റെ ഇടയ്ക്കിടെ നടക്കാനൊരു വഴിയുണ്ട്, ആ വഴിക്കിടെ മാത്രമേ നടക്കാവുള്ളൂ. ബാക്കി അതിൻ്റെ ഇടയ്ക്കിടെ ഒന്നും കയറി നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അതിനി വലിച്ചു പൊട്ടിക്കാതിരിക്കാനോ അതിൽ വല്ല ഷോക്ക് അടിക്കാതിരിക്കാനോ ഒക്കെ ആയിരിക്കാം. പിന്നെയുള്ളത് ഒരു VR-ന്റെ ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറി VR കാണാം. ചെറിയ കൊച്ചായതുകൊണ്ട് നമ്മളത് കാണിക്കാൻ നിന്നില്ല, നമ്മൾ പയ്യങ്ങ് നീങ്ങി. അത് കഴിഞ്ഞിട്ടുള്ള റൂം നമുക്ക് തന്നെ ബബിൾ ഉണ്ടാക്കി കളിക്കാനുള്ള റൂമാണ് കേട്ടോ. നമുക്കവിടെ ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് തന്നെ കുറച്ച് സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, നമുക്കതെടുത്ത് ബബിൾ ഉണ്ടാക്കി കളിക്കാം. അതല്ലാതെ അതിൻ്റെ നടുക്കൊരു മെക്കാനിക്കൽ ഹാൻഡ് ഉണ്ട്, ഹാൻഡ് എടുത്തിട്ട് ബബിൾ ഉണ്ടാക്കും. അത് ഒരു രീതിയിലേ ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിക്കുമായിരുന്നു. അങ്ങനെയല്ല, പുറകിലിരിക്കുന്ന റാക്കിൽ പല പല തരത്തിലുള്ള ബബിൾ ഉണ്ടാക്കാനുള്ള ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ട് അത് അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ അടുത്ത ടൂൾ എടുത്തിട്ട് അത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കും. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. ബബിള് വരും, ഞങ്ങൾ പൊട്ടിക്കും, ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. നല്ല രസമായിരുന്നു അത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു നെറ്റ് പോലൊരു സാധനം അവിടെ കിടണ്ട്, അതിന് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ വെയിറ്റിംഗ്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, അത് വന്നിട്ടേ പോകണു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം അതിന് എന്താ വരണേന്ന് ഞങ്ങൾക്ക് കാണണമല്ലോ, അതിന് വേണ്ടി. അങ്ങനെ ഫൈനലി അത് വന്നു. എന്തായാലും വെയിറ്റ് ചെയ്തത് നഷ്ടമായില്ല, നല്ല രസമായിരുന്നു. അതവിടെ ഫാൻ, അതിൻ്റെ പുറകിൽ കാണുന്ന ഫാനാണ്, ആ ഫാനിൻ്റെ കാറ്റിലാണ് ഈ ബബിള് മൊത്തം ഉണ്ടായി വരുന്നത്. നല്ല രസമായിരുന്നു. താഴെ നിന്ന് വരുമ്പോഴേക്കും ഞങ്ങളെല്ലാം പൊട്ടിച്ച് തീർത്തു. ഒരു 2-3 പ്രാവശ്യം അത് കാണിച്ചു. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേ? മുതിർന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ സ്ഥലത്തും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്കാണെങ്കിലും നല്ല രസമാണ്. അപ്പം ഇവിടെ എല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.